നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങേണ്ട കാര്യമുണ്ട്. ഞാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ടാക്സ് സേവിങ് മാത്രം നോക്കിയിട്ടല്ല, വേറെ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ്. പക്ഷേ ചോദിച്ച ചോദ്യം ടാക്സ് മാത്രമായതുകൊണ്ട് അതിനെപ്പറ്റി പറയാം. നിങ്ങളുടെ ടാക്സബിൾ ഇൻകം 80 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങേണ്ട കാര്യമില്ല. നിങ്ങളുടെ പേഴ്സണൽ ടാക്സബിൾ ഇൻകം ഇതിനും മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമ്പനി ഇൻഫ്രാസ്ട്രക്ചറിൽ നിങ്ങളുടെ അസറ്റ്സ് ബിൽഡ് ചെയ്യുകയും അവിടെ നിന്ന് ഇൻകം ഉണ്ടാക്കുകയും ആ ഇൻകം അവിടെ ബിൽഡ് ചെയ്യുകയും അവിടെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് സേവ് ചെയ്യാം. ഞാൻ കാര്യം കുറച്ചുകൂടെ എളുപ്പമായിട്ട് പറഞ്ഞു തരാം. ഏകദേശം 80 ലക്ഷം രൂപയാണ് ടാക്സ് എന്നിരിക്കട്ടെ. 24 ലക്ഷം രൂപ വരെയുള്ള ടാക്സോ ഏകദേശം 5 ലക്ഷത്തിൽ ചില്ലുവാനും രൂപയും. 24 ലക്ഷത്തിന് മുകളിലുള്ളതിന് 30% എന്ന് പറയുമ്പോൾ 80 ലക്ഷം മൈനസ് 24 ലക്ഷം 56 ലക്ഷം രൂപ പോട്ടെ, 50 ലക്ഷം എന്ന് എടുക്കൂ. 50 ലക്ഷം രൂപയ്ക്ക് 30% എന്ന് പറയുമ്പോൾ 15 ലക്ഷം രൂപ. ഈ 15 ലക്ഷവും അതുവരെയുള്ള 5 ലക്ഷവും കൂട്ടുമ്പോൾ 20 ലക്ഷം രൂപ ഏകദേശം ടാക്സ്. 20 ലക്ഷം രൂപ upon a taxable income of 80 lakhs, which is 25%. എഫക്റ്റീവ് റേറ്റ് 25-ന് മുകളിലാകണമെങ്കിൽ ഏകദേശം 80 ലക്ഷത്തിന് മുകളിൽ പോകണം. അപ്പോഴേ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിലും കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരുള്ളൂ. കമ്പനിയാണെങ്കിൽ 400 കോടി വരെയുള്ള ടേൺ ഓവറിന് 25% ടാക്സും ഉള്ളൂ. അതൊരു ബെനിഫിറ്റ് തന്നെ. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത ഇൻകം പേഴ്സണലി എടുക്കണമെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. കാരണം കമ്പനി ഒരു സ്റ്റാൻഡ് അലോൺ ഇൻഡിവിജ്വൽ ആണ്. ഈ റവന്യൂവും ഈ പ്രോഫിറ്റും ഈ ടാക്സും എല്ലാം കമ്പനിക്കാണ് ബാധകം, നിങ്ങൾക്കല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ 25% കണ്ട് ചാടരുത്. അത് നല്ലൊരു ഓപ്ഷൻ അല്ല.